கணக்கெல்லாம் எடுத்துகிட்டு போயிருக்காங்க ஆள். സുന്ദര രാജംപെട്ടി മൺപാത്രങ്ങൾ മാത്രം നിർമ്മിച്ച് ഉപജീവനം കണ്ടെത്തുന്ന 30ഓളം കുടുംബങ്ങളുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ. പേര് പോലെ തന്നെ സുന്ദരമായ ഗ്രാമം. എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു മണ്ണിൽ കൈകൊണ്ട് പിറക്കുന്ന ഈ ഒരു കലയെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്നും അതൊന്ന് ശ്രമിച്ചു നോക്കണമെന്നുള്ളത്. പരാജയപ്പെട്ടെങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. ഇപ്പം നമ്മൾ മധുരയ്ക്കടുത്തുള്ള സുന്ദരരാജംപെട്ടി എന്ന ഗ്രാമത്തിലാണുള്ളത്. ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ട കാഴ്ചയാണ് മുറ്റത്തെ വിറകടുപ്പിൽ മണ്ണ് മെഴുകി കോലവിട്ട് പാകം ചെയ്യുന്ന ഒരു പ്രായമായ അമ്മ. ഇത്തരത്തിൽ കോലവിട്ട് അടുപ്പ് കത്തിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചോദിച്ചു. ചോര വടിച്ചു വിട്ട് നല്ല ചുറ്റില പൂരം കഴുകി വിട്ട് வச்சு இறக்குவாங்க. அதான் லட்சுமி. அடுப்பு மொழிகி கோலம் போடுறது வெள்ளி செவ்வாய்க்கு அதான் லட்சுமி. அரிசி உடையெல்லாம் கும்பிடுவாங்க. எதுக்காக அப்படி கும்பிடணும்? சாமி தானே. இப்போதான் ஐயப்பானை முந்தையெல்லாம் மம்பானையை அதை சுற்றில தடவி இப்படி 3 சாம்பலை போட்டு இறக்கி கொண்டு போய் வைப்பாங்க வீட்டுக்கு. வெள்ளி செவ்வாய்க்கு அடுப்பு மொழிகி கோலம் போடுவோம். സാധാരണ ഇവരുടെ ഒരു രീതി അനുസരിച്ച് മൺപാത്രത്തിലാണ് കഞ്ഞി വെക്കാറുള്ളത്. പക്ഷേ അടുപ്പ് പുറത്തായതുകൊണ്ട് ആടും പശുവൊക്കെ തട്ടിയിടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു അലുമിനിയം പാത്രത്തിൽ കഞ്ഞി വെക്കുന്നത്. ഈ ഒരു കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം മൺപാത്രങ്ങളുടെ നിർമ്മാണമാണ്. ഞാനിതിന്റെ നിർമ്മാണ രീതിയെക്കുറിച്ചും വിൽപ്പനയെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഗ്രാമത്തിനകത്തേക്ക് കുറച്ചുകൂടി നടന്നു. മൺപാത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണ് അരിച്ച് പരുവപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിന്റെ മണ്ണൊക്കെ കളക്ട് ചെയ്യുന്നത് സാധാരണ കുളത്തിന്റെയും നദിയുടെയും തീരത്തു നിന്നായിരിക്കും. തമിഴിൽ കമ്മാക്കര എന്നൊക്കെ പറയും. അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്തെങ്ങും മണ്ണില്ലെന്നാണ് പറഞ്ഞത്. ദൂരെ നിന്ന് എന്തോ ആണ് കൊണ്ടുവരുന്നത്. ഇത് കഴിഞ്ഞ് ഈ ഒരു കുഴിയിലിട്ട് വെള്ളവും മണ്ണും ചേർത്ത് അഴുക്ക് വേർതിരിക്കും. അങ്ങനെ അഴുക്ക് വേർതിരിച്ചെടുത്ത മണ്ണാണ് ഈ കിടക്കുന്നത്. ഇത് വെയിലത്ത് വാട്ടി ചവിട്ടി പതവാക്കും. അത് കഴിഞ്ഞാണ് ഇത് മേക്ക് ചെയ്യുന്നത്. പിന്നീട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കി ചൂളയിടും. ഇവരുടെ വരുമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മാസം ഏകദേശം ഒരു 30,000 രൂപ സമ്പാദിക്കുമെന്ന് പറഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് இன்னொரு குழிக்கு மாற்றணும். மாற்றி அதை மண் இஞ்ச மண்ணுக்குலாம் கீழே போயிடும். தண்ணிக்குள்ளே மேலே வந்துடும். மறுபடியும் அந்த தண்ணியை மேலே இருக்கிற தண்ணியை வந்து மறு ஊற்றிட்டு மண்ணை ஃபுல்லாக எடுத்து மறுபடியும் மெலிய வைக்கணும். அந்த அளவுக்கு ஊற்றி காய விட்டுட்டு அப்புறம் அடைஞ்சி வச்சுட்டு அப்புறம் மண்ணை என்னோட பரப்பி காய வச்சு அதுக்கப்புறம் மிதித்து தான் செய்யறது மண் கொண்டு வருவோம். சட்டி உருவாக்கல. ஒரு நாளைக்கு அவங்க ஆளை பொறுத்து பண்ணுவாங்க. இப்போ நாங்களாம் எங்கள் வயசு பசங்கள்லாம் ஒரு 50 பண்ணுவோம். கொஞ்சம் வயசானவங்க ஒரு 30 பண்ணுவாங்க. அது வந்து பானை ஒரே நல்ல வேலை முடிஞ்சிடும். மொத்தமாக ஒரு சுள்ளைக்கு வந்து ஒரு 500 படி இந்த மாதிரி வைப்பாங்க பானை. ஒரு சுள்ளைக்கு செய்யணும்னா ஒரு மேக்ஸிமம் ஒரு 20 நாள் ஒரு மாதம் ஆகும். ஒரு மாதத்தில் நான் வந்து ஒரு 600 பானை பண்ணுவேன். 600 பானைக்கு மிஞ்சி போனால் ஒரு 40 ரூபா 40 ரூபா. ஒரு ஆள் வேலையெல்லாம் இல்லை, ஃபேமிலியாக பார்க்கணும். இப்போ நான் வந்து செஞ்சு தட்டி போட்டேன்னா எங்கள் அம்மா எங்கள் அப்பா வந்து அது கலர் ஏற்றுவாங்க. கலர் ஏற்றணும், விறகு பார்த்து கொண்டு வந்து வைக்கணும், மண்ணள்ளி போடணும், சுள்ள வைக்கிற அன்னைக்கு சம்பளத்துக்கு ஆள் கூப்பிடணும். ரொம்ப கஷ்டம் அந்த வேலையில். ஃபேமிலியாக சேர்ந்தாதான் சம்பாதிக்க முடியும். மாதம் 30 ரூபா സമ്പാദിക്കും. ഒരു വീട്ടിലെ ആളുകളെല്ലാം കൂടി കഷ്ടപ്പെട്ടാലാണ് ഇവർക്ക് ഒരു മാസം 30,000 രൂപ കിട്ടുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമത്തിന് പുറത്തേക്ക് വന്നപ്പോഴാണ് പ്രായമായ കുറച്ച് ആളുകൾ ജോലിയും കഴിഞ്ഞ് നിരന്നു വരുന്നത് കണ്ടത്. ഇവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ വിശ്രമിക്കേണ്ട പ്രായം. അങ്ങനെ ഇവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നാട്ടിലുള്ളതുപോലെ തന്നെ 100 പണിയുടെ തൊഴിലുറപ്പ് ജോലിയും കഴിഞ്ഞ് വരുന്നവരാണ് ഇവരെല്ലാവരും. നിങ്ങൾ എங்கே പോയിട്ട് വരണീங்க? இந்த கம்மாளி பாட்டு 100 நாள் வேலை. இப்போ 100 நாள் வேலைக்கு போனால் என்ன சம்பளம் கிடைக்கும்? 240 ரூபா ஒரு நாளைக்கு. இந்த மரத்தை வார்த்தை வெட்டலாம். அப்படி நீங்கள் இப்போ என்ன பண்ணிட்டு வந்திருக்கீங்க? இப்போ அந்த வேலை தான் பாட்டு வர்றேன். ശരി, ടീ കുടിங்க. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ അഴകർമല എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് പണ്ട് പാണ്ഡവർ താമസിച്ചതായി പറയപ്പെടുന്ന ഗുഹയുള്ളത്. ഇങ്ങോട്ടുള്ള വഴിയെക്കുറിച്ച് ഗ്രാമത്തിലുള്ളവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് അധികം ആരും പോകാറില്ലെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന വഴിയിലൂടെ 3 കിലോമീറ്ററോളം തനിയെ തന്നെ വേണം പോകാൻ. അങ്ങനെ ഇതിലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പ്രായമായ അമ്മ വഴിയിലിരിക്കുന്നത് കണ്ടത്. ആടിനെ മേയ്ക്കാനോ മറ്റോ വന്നിരിക്കുന്നതാണ്. ഇവരോട് അങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ വീണ്ടും കുറച്ചു ദൂരം മുമ്പോട്ട് പോയി. വഴി അവസാനിക്കുന്നിടത്ത് മുകളിലേക്ക് നടപ്പാത ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 3ഉം 4ഉം പാതകളുണ്ട് അങ്ങോട്ട്. എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. കൃത്യമായിട്ടുള്ള ഒരു വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ആരെയും കണ്ടില്ല. ഏകദേശം ഊഹം വെച്ച് ഞാൻ ഈ ഒരു വഴിയെ നേരെ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മറ്റെങ്ങോട്ടോ ഉള്ള വഴിയാണ്. ആരെങ്കിലും ആ ഒരു വഴിക്ക് വരികയാണെങ്കിൽ വഴി ചോദിച്ച് മനസ്സിലാക്കി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരു അണ്ണനെ കണ്ടത്. അണ്ണൻ ഇവിടെ ആട് മേയ്ക്കാനായിട്ട് വന്നതാണ്. അവസാനം അണ്ണൻ എനിക്ക് കൃത്യമായിട്ടുള്ള വഴി കാണിച്ചു തന്നു. அப்படியே அங்கிட்டு படிக்கிட்டு இருக்குது, நேராக போகலாம். போனோடனே அந்த குகையை பார்த்துட்டு அப்படியே அந்த பைக்குங்க அங்கே எங்கேயோ ஒரு வேலி மாதிரி ஒன்று இருக்குல்ல, அங்கே வந்து பாட்டிட்டீங்களா? ஆமாம், இந்த பாருங்க படிக்கிட்டு. அந்த வழி நம்மளுக்கு எந்த ஊர்? கேரளா. கேரளாங்களா? யாருமே இல்லை இந்த வழியில்.
ஆட்டுக்காரங்க தான் தெரியணும். நான் ஒரு 3 கிலோமீட்டர் இந்த பக்கம் வந்த பிறகுதான் இங்க ஒரு ஆளை தெரிஞ்சது உங்களை. அதான் போச்சு நீங்க வந்தது. காட்டு மாடு இருக்கு இந்த பக்கம் வருமா? நைட் ஆனவனே வரேன். ஓகே பகல்ல நான் இது படுத்து கிடக்கேன். ഓക്കെ നമ്മളെ കണ്ടവനെ തട്ടപ്പെട്ടാണ്ട് എന്തിട്ട് ഇപ്പിടി നിൽക്കുക. കാട്ടുമാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ കാട്ടുപോത്ത് അതിവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അണ്ണൻ. ഇപ്പോൾ പോകുന്ന വഴിക്കൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. மானு இதெல்லாம் இருக்கு, அதெல்லாம் இங்கிட்டு பார்க்க முடியாது. മാൻ இருக்கா இதுக்குள்ள? இருக்கு, ஆனால் பார்க்க முடியாது நம்ம കണ്ണിൽ. അത് அந்த മലയിൽ இருக்கு. മേളിൽ പോയാൽ ഭയപ്പെടാനൊന്നും ഇല്ലെന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് വഴി തെറ്റി കുറച്ച് ദൂരം നേരെ അങ്ങ് നടന്ന് അപ്പോഴത്തേക്ക് വഴിയിലൊരു അണ്ണനെ കണ്ടു. ഇല്ലെങ്കിൽ പണി കിട്ടിയാണേ. ഇതുണ്ടോ ഇങ്ങോട്ടേക്ക് കരിങ്കല്ലിൻ്റെ കുറച്ച് കല്ലുകൾ ഇങ്ങനെ പടിക്കെട്ടായിട്ട് അടുക്കിയിട്ടുണ്ട്. ഇതിലെ കൂടി നേരെ മേളിൽ പോയാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടി വരുന്ന അവിടം വരെ ചെറിയ പ്രശ്നമുള്ളൂ. അതായത് ഇങ്ങോട്ടേക്ക് ആരും അങ്ങനെ വരാറില്ല. വരുമ്പോൾ നിങ്ങൾ 1-2 പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് വന്നാൽ കൊള്ളാം. കുത്തുകയറ്റോ നല്ല ടാസ്ക്കുള്ള പണിയാട്ടോ. ഇത് കണ്ടോ തെന്നാതെ വേണം പോകാൻ. ഇവിടെ ചെറിയ പടിക്കെട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ താഴോട്ട് നിങ്ങൾ നോക്കിയാൽ നല്ല കുഴിയാണ്. അപ്പോൾ പതിയെ ഇറങ്ങി. അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാനായിട്ടുള്ളൊരു സ്ഥലമായി. ഇവിടുന്ന് പതിയെ വീണ്ടും പഠിക്കട്ടുണ്ട്. നേരത്തെ നമ്മൾ വന്ന വഴിയാണ്. കറക്റ്റ് ഒരു 3 കിലോമീറ്റർ. ഓ ഇത് നല്ല ടാസ്ക്കാണല്ലോ. ഇതിലേ കൂടി ഞാൻ ഇറങ്ങി വന്നത് ആ മേളിൽ നിന്ന് താഴോട്ട്. എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ താഴെ നിന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. അണ്ണൻ താഴെ നിൽപ്പുണ്ട്. അപ്പോൾ അണ്ണനാണ് ഈ വഴി തെറ്റാതെ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് താഴേന്ന് മേളിൽ കൂടി ഞാൻ പോകുന്നത് നോക്കിയിട്ട് വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പോകാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ അവർ ഇതുപോലെ കമ്പിയും പടിക്കെട്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലം. ഇവിടെ വരുന്നതിന് മുമ്പേ ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും ടാസ്ക് എടുത്ത് വേണം ഇതിനകത്തോട്ട് വരാൻ എന്നുള്ളത്. ഒരു കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇത്തവണ യാത്ര വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ജല്ലിക്കെട്ട് സമയത്ത് ഞാൻ മധുര വന്നു. മധുര വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കഥകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ മധുര എന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ അലങ്കാനല്ലൂർ ജല്ലിക്കെട്ടൊക്കെ കണ്ടിട്ട് നേരെ ആട്ടപ്പെട്ടി പോയി. ആട്ടപ്പെട്ടി ചെന്നപ്പോഴാണ് ആട്ടപ്പെട്ടിയിൽ അകത്തേക്ക് കയറ്റി കൊടുത്തില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് തീരുമാനം എടുത്തതാണ്, മധുര വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും കൂടി കവർ ചെയ്തിട്ട് തിരികെ പോകത്തുള്ളൂ. അന്ന് ലിസ്റ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളാണ് നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവസാനം ആ മലയുടെ മുകളിലെത്തി. ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് പണ്ട് പാണ്ഡവർ താമസിച്ചിരുന്ന മലയാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ചരിത്രമാണോ വിശ്വാസമാണോ എന്നുറപ്പിക്കാൻ നമുക്കാവില്ല. പക്ഷേ ഇവിടെ പണ്ട് മനുഷ്യർ താമസിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പണ്ടിവിടെ കല്ലുകളിൽ എഴുതി വെച്ചിട്ടുള്ള കൽവെട്ടുകൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പണ്ട് കാലത്ത് താമസിച്ചിരുന്നവർ ഇവിടെ കിടക്കാനായിട്ട് ചില ഭാഗങ്ങളിൽ കല്ലിൽ തന്നെ കൊത്തിയെടുത്തിട്ടുണ്ട്. നേരത്തെ അരട്ടപ്പെട്ടിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് പാറയിൽ ഒരു ബുദ്ധവിഗ്രഹം. പിന്നെ ഈ ഒരു ഗുഹയ്ക്ക് അകത്തായിട്ട് ഒരു വലിയ നീരുറവയുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ താഴേക്ക് നടന്നു. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നേരെ അടുത്തിടത്തേക്ക്.